ഇത് ചിക്കനാണ്. ചിക്കൻ കഴിഞ്ഞ ദിവസം വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ ഇത്രയും ചിക്കൻ നമുക്ക് വേണ്ട. നമ്മളെ വീട്ടിൽ ആൾക്കാർ കുറവായതുകൊണ്ട് ഇത്രയും ചിക്കൻ വേണ്ട. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഫ്രിഡ്ജിൽ എപ്പോഴും കറണ്ട് പോകുന്നു. അതുകൊണ്ട് ഇത് ഇഞ്ചി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, മുളക് പൊടി, മല്ലിപ്പൊടി, എല്ലാം കറി മസാല എല്ലാം കൂടി ഇട്ട് വരട്ടി എടുത്ത് അങ്ങ് വെക്കാമെന്ന് വിചാരിച്ച്. വരട്ടി വെച്ചിരുന്ന 3-4 ദിവസം നമുക്കെടുക്കും. മഴ സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ കറണ്ടേ ഇല്ല. അപ്പോൾ ചിക്കൻ ഫ്രിഡ്ജിലിരുന്ന പാഴായിപ്പോവും. അപ്പോൾ ഇതേപോലെ ആദ്യം എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചിട്ട് എല്ലാ അരപ്പും ചേർത്ത് പുരട്ടി ഇതേപോലെ വരട്ടി അങ്ങ് വെച്ചിരുന്ന നമുക്ക് കുറേശ്ശെ എടുത്ത് ഉപയോഗിക്കാം. കുറച്ച് ഇതെടുത്ത് ഉപയോഗിക്കാം. എല്ലാ പൊടികളും ഇടണം. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കറി മസാല, ഉപ്പ്, എല്ലാം, മഞ്ഞൾ എല്ലാം കൂടി ഇട്ടാണ് ഇത് വരട്ടുന്നത്. വരട്ട് ഒരു 3/4 ഭാഗം വരണ്ട് വരുമ്പം തണുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ടാക്കി ഫ്രിഡ്ജിൽ തന്നെ വേണമെങ്കിലും വെച്ചേക്കാം. അപ്പം നമുക്ക് ഒത്തിരി ദിവസത്തേക്ക് എടുക്കാം. അല്ലെങ്കിൽ ചിക്കനൊക്കെ അതിനകത്തിരുന്ന് കേടായി പോകും. കാരണം എപ്പോഴും കറണ്ട് പോവുകയാണ്. അതുകൊണ്ടാണ് കുറച്ച് സമയം കൂടി വരട്ടുമ്പം ശരിയാവും. കുറച്ച് സമയം കൂടി വരട്ടിട്ട് ഇന്നത്തേക്ക് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കി അങ്ങ് സൂക്ഷിച്ച് വെക്കുക. നല്ലവണ്ണം തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് അടച്ച് അങ്ങ് വയ്ക്കുക. എന്നിട്ട് ആവശ്യത്തിന് അന്നന്ന് ഇത് എടുക്കുക. അപ്പോൾ കുറച്ച് സമയം കൂടി ഇത് വരണ്ട് വരണം. അങ്ങനെ വെക്കുന്നതാണ് നല്ലത്. അല്ലാതെ ഫ്രിഡ്ജിൽ കൊണ്ട് കുറേ ദിവസം വെച്ചിരുന്ന് നശിച്ച് പോണതിൻ്റെയൊന്നും കൊണ്ടുവരുന്നതിൻ്റെ അന്ന് തന്നെ ഇതേപോലെ എല്ലാ പൊടികളും ചേർത്ത് ഇതേപോലെ വരട്ടിയങ്ങ് വെച്ചിരുന്ന് നമുക്ക് ആവശ്യത്തിന് എടുക്കാമല്ലോ. അതിൻ്റെ വരട്ടെ കുറേ സമയമായാൽ ഇത് വരുള്ളൂ. പച്ചയെല്ലാം മാറി എണ്ണ ഇത്തിരി എണ്ണ വീത്തി ചെയ്യണം. ഞാൻ എണ്ണയോടൊപ്പം ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട്. ചിക്കൻ കറി വയ്ക്കുമ്പം ഉലുവയാണ് ഏറ്റവും നല്ലത്. കടുക് വറുക്കുമ്പോൾ ഉലുവ ഇടുക. ഉലുവ ഇട്ട് ചിക്കൻ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. കടുകിന് പകരം ഞാൻ ഉലുവയാണ് ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ ആവശ്യത്തിനെടുത്തിട്ട് ബാക്കി വെച്ചത് 1-2 ദിവസത്തേക്ക് കൂടെ ഉണ്ടല്ലോ. 2.5 കിലോളം ഉള്ള ചിക്കൻ ആയിരുന്നു. നമ്മുടെ വീട്ടിൽ ആൾക്കാർ കുറവായതുകൊണ്ട് അത്രയും വെച്ചാലും ചിലവാകത്തില്ല. നല്ലോണം തണുത്തതിന് ശേഷമേ വേറെ പാത്രത്തിലോട്ടാക്കാവൂ. നല്ലതല്ലേ ഇങ്ങനെ വയ്ക്കുന്നത്. കാരണം അല്ലെങ്കിൽ പച്ച ഇരുന്ന് നശിച്ച് പോകില്ലേ. കറണ്ട് പോക്ക് എപ്പോഴും കറണ്ട് പോക്കല്ലേ. എന്നാൽ രാത്രി തന്നെ ഒരുപാട് പ്രാവശ്യം കറണ്ട് പോകും. ഇത്തിരി സമയം കിടന്ന് ഒരുവിധം മൂത്ത് വരട്ടെ. കുറച്ച് സമയം കൂടി കിടന്നാൽ മതി. ശരിയാണ്.
ഇതിൽ നിന്ന് ഊറി വരുന്ന എണ്ണയും വെള്ളവും ഒക്കെ ഈ കഷ്ണം കോരിയെടുത്തിട്ട് അതിൽ ഇന്നത്തേക്കുള്ളത് ഇട്ട് വയ്ക്കുക. ഇതാ നമുക്ക് നടുക്ക് കുറച്ച് വെള്ളവും എണ്ണയും എല്ലാം ഊറി വരുന്നുണ്ട്. അത് നമ്മൾ ഈ കഷ്ണങ്ങൾ കോരി എടുത്തിട്ട് മറ്റത് പിന്നെ ഇന്നത്തേക്കുള്ള ചിക്കൻ അതിലിട്ട് വയ്ക്കുക. അപ്പോൾ ശരിയാവും. ഉള്ളിയെല്ലാം തൊലിച്ച് വെച്ചേക്കുക ഞാൻ ഇന്നത്തേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട്. കോഴിയിറച്ചിയിൽ നമ്മൾ എത്രയും ചെറിയ ഉള്ളി ഇട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. സവാള ഇട്ടാൽ ഒരു ഇനിപ്പാണ്. അതുകൊണ്ട് കഴിയുന്നത് നമുക്ക് തൊലിക്കാനുള്ള പാടുകൊണ്ട് നമ്മൾ പെട്ടെന്ന് സവാള ഇടും. പക്ഷേ പിന്നെ ഇത് ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. അല്പം കൂടി കഴിയുമ്പോൾ ഞാൻ എടുക്കാം. പച്ചച്ചവ മൊത്തവും പോകുമ്പോൾ ഞാൻ കോരിയെടുക്കാം. അല്ലെങ്കിൽ ചിക്കൻ വയ്ക്കുമ്പോൾ നമ്മൾ എണ്ണയിലിട്ട് കുറച്ച് നേരം വരട്ടിയിട്ട് വെച്ച ചിക്കൻ ഒന്നും പൊടിഞ്ഞു പോകത്തില്ല. ഏകദേശമായി. ഇനി മതി. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടിയിലുള്ള ഗ്രേവി ഈ കഷ്ണം ഇങ്ങനെ കോരിയെടുക്കുക. പാത്രത്തിൽ കോരിയെടുക്കുക. എന്നിട്ട് ഗ്രേവിയിൽ ഇന്നത്തേക്ക് വയ്ക്കാനുള്ളത്.